രക്ഷയുടെയും പുണ്യസമ്പാദനത്തിൻ്റെയും പ്രാർത്ഥനയുടേതുമായ ആഗമനകാലം ഇതാ വീണ്ടും ആഗതമായി. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവായ ക്രിസ്തുമസിന് മുൻപുള്ള ആത്മീയമായ ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ് ആഗമനകാലം. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖ ജീവിത അനുഭവങ്ങളിൽ പങ്കുചേരുവാനുമായി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ്റെ വലിയ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. പ്രത്യാശയുടെ വെളിച്ചമാണ് ക്രിസ്തുമസ് നൽകുന്നത്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ ഈ പ്രശ്നങ്ങളെ അതിജീവിച്ച് വിജയിക്കുക എന്നതാണ് നമ്മുടെ ജീവിത ദൗത്യം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വ്യത്യസ്ത സാഹചര്യങ്ങളിലും ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്ന ഉറപ്പാണ് ഓരോ ക്രിസ്തുമസും നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന പ്രതീക്ഷ. ഇന്ന് നാം ധ്യാനിക്കുന്ന വചന വിചിന്തനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ്. ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് വിണ്ണിലെ ദൈവം മണ്ണോളം താഴ്ന്ന് മനുഷ്യരുടെ ഒപ്പമാകുവാൻ മനുഷ്യനായി അവതരിച്ചത്. നാം ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ ഞാനുണ്ട് കൂടെ എന്ന ബോധ്യവും, തെറ്റുകൾ ചെയ്ത് ഈശോയിൽ നിന്ന് അകന്നു പോകുമ്പോൾ നന്മകൾ ചെയ്ത് ജീവിക്കുവാനുള്ള ഒരു സാധ്യതയുമായിട്ട് അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. എന്നാൽ അവയെ തിരിച്ചറിഞ്ഞ് ഉണർവോടെ പ്രവർത്തിക്കുവാനുള്ള ഒരു ആഹ്വാനം ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ വച്ചു നീട്ടുന്നു. ലോകത്തിൽ ആരും തന്നെ നശിച്ചു പോകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അനന്തമാണെങ്കിൽ നാം അനുദിനവും അനുഭവിച്ചറിയുന്ന ആ സ്നേഹത്തിൽ എന്നും നിലനിൽക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു. സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സത്വാർത്തയുമായാണ് യേശു ക്രിസ്തു പിറന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസ് എല്ലാ മനുഷ്യർക്കുമുള്ള സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഈ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ നമ്മുടെ ഹൃദയമാനസങ്ങളെ പുണ്യങ്ങളാലും സുഹൃതങ്ങളാലും നിറച്ചുകൊണ്ട് ഉണ്ണിയേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്നതിനായി വഴിയൊരുക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു.